കായംകുളം നഗരസഭ മുൻ കൗൺസിലറും ബി.ജെ.പി. സംസ്ഥാന നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഡി. അശ്വിനി ദേവിന്റെ അനുസ്മരണം കായംകുളം 33-ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പഠനോപകരണ വിതരണം, എൻഡോമെന്റ് വിതരണം, അനുമോദനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. കായംകുളം നഗരസഭ മുൻ കൗൺസിലറും ബി.ജെ.പി. ദക്ഷിണ മേഖല ഉപാധ്യക്ഷനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ഡി. അശ്വിനി ദേവിന്റെ അനുസ്മരണം കായംകുളം 33-ാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. പഠനോപകരണ വിതരണം, എൻഡോമെന്റ് വിതരണം, അനുമോദനം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ സൗത്ത് മേഖലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡി. അശ്വിനി ദേവ് വരച്ചിട്ടിരുന്ന ആ പൊതുപ്രവർത്തന രംഗം, ആ വരവിന്റെ ഒരു വിടവ് നികത്തുവാൻ ഏത് സ്വന്തം അദ്ദേഹം വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ പോലുള്ള ആൾക്കാർക്കോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാർക്കോ ആ വിടവ് ഇതുവരെക്കാട്ട് നികത്തുവാൻ സാധിച്ചിട്ടില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിലും ഒരു ആദർശത്തിലും വിശ്വസിച്ച് നടക്കുന്ന ആളാണെങ്കിൽ കൂടിയും സാമൂഹികപരമായ വിഷയങ്ങൾ, നിരവധികളായ നേരിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിൽ ഈ ഒരു വിഷയം ഞാൻ സംസാരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അത് സംസാരിച്ച് ഞാൻ പോയതാണ്. എനിക്ക് കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, ഒരു വൈവാഹിക ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് പോലും പല കുടുംബങ്ങൾക്കും ഒരു കാരണവരായിരുന്നു ഡി. അശ്വിനി ദേവ്. ഒരുപാട് കുടുംബങ്ങൾക്കുള്ള കാരണവരായിരുന്നു ഡി. അശ്വിനി ദേവ്. അവരുടെ കുടുംബത്തിലെ വിഷയങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും, അതേപോലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലിക്ക് നേടാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെല്ലാം ഒരു മാർഗനിർദ്ദേശം നൽകപ്പെടുന്ന വ്യക്തി കൂടിയായിരുന്നു ഡി. അശ്വിനി ദേവ്. അത് പലർക്കും അറിയാം. ആ രാഷ്ട്രീയം നോക്കിയല്ല അദ്ദേഹം സത്യത്തിൽ ഇതിന്റെ ബാലഭാഗം പോലും അറിയാൻ വയ്യാത്ത, സാമൂഹിക രംഗത്ത് പോലും പൊതുപ്രവർത്തനത്തിൽ പോലും ബാലഭാഗം പോലും അറിയാൻ വയ്യാത്ത ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് നയിച്ചത് ശ്രീ അശ്വിനി ദേവാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത്. എല്ലാ കാര്യത്തിലും വാർഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, ആരോഗ്യ മേഖലയിൽ എന്താണ് ചെയ്യുന്നത്, സാമൂഹ്യ മേഖലയിൽ എന്താണ് ചെയ്യുന്നത്, എല്ലാം വളരെ കൃത്യമായിട്ട് ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുകയും അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു. വാർഡ് കൗൺസിലർ കൗദ രാജേഷ് അധ്യക്ഷയായി. വാർഡ് വികസന സമിതി പ്രസിഡന്റ് രാജേഷ് കൊച്ചയ്യത്ത് സ്വാഗതം പറഞ്ഞു. വാർഡ് വികസന സമിതി അംഗം സുരേഷ് കുമാർ ആലക്കൽ ആമുഖ പ്രസംഗം നടത്തി. 35-ാം വാർഡ് കൗൺസിലർ പുളിയറ വേണുഗോപാൽ, മുൻ കൗൺസിലർ സന്തോഷ് കണിയാമ്പറമ്പിൽ, വികസന സമിതി രക്ഷാധികാരി രാജു ഉണ്ണിത്താൻ, വികസന സമിതി വൈസ് പ്രസിഡന്റ് അയ്യപ്പദാസ്, വികസന സമിതി ജോയിന്റ് സെക്രട്ടറി വികസന സമിതി വൈസ് പ്രസിഡന്റ് രാജേഷ് ആലക്കൽ, വികസന സമിതി ജോയിന്റ് സെക്രട്ടറി അയ്യപ്പദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി സെക്രട്ടറി സുഭാഷ് കടക്കാപ്പള്ളിൽ കൃതജ്ഞത പറഞ്ഞു. പുഷ്പാർച്ചന, പഠനോപകരണ വിതരണം, ഉന്നത വിജയം കരസ്ഥമാക്കിയ SSLC, +2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. CDNet ന്യൂസ്, കായംകുളം.